ദി ഷൈനിങ്, സ്റ്റാൻലി ക്യൂബ്രിക്കിൻ്റെ ഒരേ ഒരു ട്രൂ ഹൊറർ മൂവി. 1980 റിലീസായ ക്യൂബ്രിക്കിൻ്റെ 11ാമത്തെ സിനിമ. എക്കാലത്തെ മികച്ച ഡയറക്ടർമാരിൽ ഒരാളായി നമ്മൾ കാണുന്ന ക്യൂബ്രിക്കിന് ആ വർഷത്തെ ഏറ്റവും മോശം ഡയറക്ടർക്കുള്ള ഗോൾഡൻ റാസ്ബെറി നോമിനേഷൻ നേടിക്കൊടുത്ത സിനിമ. സ്റ്റീഫൻ കിങ്ങിൻ്റെ ദി ഷൈനിങ് എന്ന നോവൽ അഡാപ്റ്റ് ചെയ്താണ് ക്യൂബ്രിക് അതേ പേരിൽ സിനിമ ചെയ്തത്. കൊളറാഡോയിലെ സ്റ്റാൻലി ഹോട്ടലിൽ താമസിക്കുമ്പോൾ സ്റ്റീഫൻ കിങ്ങിനുണ്ടായ ഒരു ഹോണ്ടിങ് എക്സ്പീരിയൻസ് ആണ് ഷൈനിങ് എഴുതാൻ അദ്ദേഹത്തിന് പ്രചോദനമായത്. സിനിമയ്ക്ക് വേണ്ടി നോവൽ അഡാപ്റ്റ് ചെയ്തപ്പോൾ ക്യൂബ്രിക് കഥയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ സ്റ്റീഫൻ കിങ്ങിനെ അസ്വസ്ഥനാക്കി. സിനിമ എടുക്കാൻ ഇറങ്ങുമ്പോൾ സ്വന്തം വിഷൻസ് മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ക്യൂബ്രിക് എന്നാൽ അത് മൈൻഡാക്കിയില്ല. സിനിമ റിലീസാവുമ്പോഴേക്കും ക്യൂബ്രിക്കിൻ്റെ ഏറ്റവും വലിയ ഹേറ്ററായി സ്റ്റീഫൻ കിങ് മാറിയിട്ടുണ്ടായിരുന്നു. എ ബ്യൂട്ടിഫുൾ കാർ വിത്ത് നോ എൻജിൻ എന്നാണ് സ്റ്റീഫൻ കിങ് ക്യൂബ്രിക്കിൻ്റെ ഷൈനിങ്ങിനെ അന്ന് വിശേഷിപ്പിച്ചത്. ക്യൂബ്രിക്കിൻ്റെ ഷൂട്ടുകൾ നീണ്ടുപോവുക സർവ്വസാധാരണമാണ്. ഈ സിനിമയും വ്യത്യസ്തമായിരുന്നില്ല. 6 മാസത്തെ ഷൂട്ട് പ്ലാൻ ചെയ്ത ഷൈനിങ് 1 വർഷത്തോളം എടുത്താണ് ക്യൂബ്രിക് പൂർത്തിയാക്കിയത്. 144 മിനിറ്റുള്ള ഷൈനിങ്ങിൽ ഏതാണ്ട് 1200ഓളം ഷോട്ടുകളുണ്ട്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ഷോട്ടുകൾക്കും ക്യൂബ്രിക് സ്റ്റോറി ബോർഡ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തെ പെർഫെക്ഷനിസ്റ്റ് എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ സിനിമകളിലെയും പോലെ ഷൈനിങ്ങിലും ക്യൂബ്രിക് ക്യാമറയുടെയും ലൈറ്റിങ്ങിൻ്റെയും സകലവിധ സാധ്യതകളും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ക്യാമിൽ ഷൂട്ട് ചെയ്ത ആദ്യത്തെ സിനിമകൾ ഒന്നാണ് ഷൈനിങ്. ഡാനിയുടെ ബൈസൈക്കിൾ ഫോളോയിങ് ഷോട്ട് പോലെ ഷൈനിങ്ങിലെ പ്രധാന ട്രാക്കിംഗ് ഷോട്ടുകൾക്ക് സ്റ്റഡി ക്യാം ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റഡി ക്യാമിൻ്റെ ഇൻവെൻ്ററായ ഗാരറ്റ് ബ്രൗൺ ആണ്. ഈ സിനിമയ്ക്ക് ശേഷം സ്റ്റഡി ക്യാം ഷോട്ട്സ് ഹോളിവുഡ് സിനിമകളിൽ ഒരു മസ്റ്റ് ഹാവ് ടൂളായി മാറിയെന്ന് തന്നെ പറയാം. ആക്ടേഴ്സിനെയും വെറുതെ വിട്ടിട്ടില്ല ക്യൂബ്രിക്. മിക്ക ഷോട്ടുകൾക്കും നിരവധി റീടേക്കുകൾ വേണ്ടി വന്നത് നടന്മാരിൽ സ്വാഭാവികമായൊരു സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാക്കി. ഡസൻ കണക്കിന് റീടേക്കുകൾ ഓരോ ഷോട്ടിനും വേണ്ടി വന്നപ്പോൾ മെത്തേഡ് ആക്ടറായ ജാക്ക് നിക്കോൾസൺ പോലും റിഹേഴ്സൽ ചെയ്യുന്നത് നിർത്തി. ജാക്ക് നിക്കോൾസന്റെ ഹിയർ ഇസ് ജോണി സീനും ഷെല്ലി ഡുവോളിൻ്റെ സ്റ്റെയർ കേസിലെ ബേസ്ബോൾ ബാറ്റ് സ്വിംഗിങ് സീനുമൊക്കെ ഇന്ന് സിനിമാ പ്രേമികളും നിരൂപകരും ഐക്കോണിക്കായി കണക്കാക്കപ്പെടുന്നവയാണ്. ഈ 2 സീനുകൾക്കും 100-ൽ പരം റീടേക്കുകൾ പോയതായി അണിയറ പ്രവർത്തകർ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയിൽ പ്രധാന നടിയായി എത്തിയ ഷെല്ലി ഡുവോളിനെ ക്യൂബ്രിക് ഹാൻഡിൽ ചെയ്ത രീതി പിന്നീട് വൻ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു. തൻ്റെ സിനിമകളിൽ സിംബോളിസത്തിൻ്റെയും വിവിധ അർത്ഥതലങ്ങളുടെയും വിത്തുകൾ പാകി വയ്ക്കുന്ന പതിവ് ക്യൂബ്രിക് ഇവിടെയും തെറ്റിച്ചില്ല. ഷൈനിങ്ങിനുമുണ്ട് സ്വന്തമായി കുറേ സിംബോളിക് എലമെൻറ്റുകളും തിയറികളും. ഒരു സീനിൽ ഡാനി ധരിച്ചിരിക്കുന്ന സ്വെറ്ററിലുള്ള അപ്പോളോ 11 ചിത്രം നാസയ്ക്ക് വേണ്ടി മൂൺ ലാൻഡിംഗ് ഷൂട്ട് ചെയ്തത് ക്യൂബ്രിക്കാണ് എന്ന കോൺസ്പിറസി തിയറി സാധൂകരിക്കാനാണ് എന്നൊരു കൂട്ടർ പറയുന്നു. ഓവർലുക്ക് ഹോട്ടൽ പണിതിരിക്കുന്നത് ഒരു നേറ്റീവ് അമേരിക്കൻ ശ്മശാനത്തിലാണ് എന്നതാണ് അടുത്ത തിയറി. ഹോട്ടൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് പലതരം നേറ്റീവ് അമേരിക്കൻ ആർട്ട് പീസുകൾ കൊണ്ടാണ് എന്നുള്ളതും സിനിമയിലെ വൈറ്റ് മാൻസ് ബേർഡൻ എന്ന ഡയലോഗുമൊക്കെ ഈ സിദ്ധാന്തത്തിന് തെളിവായി പറയപ്പെടുന്നു. ഷൈനിങ്ങിലെ പ്രശസ്തമായ എലിവേറ്റർ സീനിലെ രക്തപ്രളയവും ഈ തിയറിയോട് ചേർത്ത് വയ്ക്കപ്പെടുന്നുണ്ട്. മറ്റൊരു തിയറിയിൽ എത്തൻസിലെ രാജാവായ തീസിയസ് ഡാനിയാണെന്നും മനുഷ്യൻ്റെ ഉടലും കാളയുടെ തലയുമുള്ള ഭീകരജീവിയായ മിനോട്ടോർ ജാക്ക് ആണെന്നും ആരാധകർ പറയുന്നു. ഹോട്ടലിലെ ഒരു പെയിൻറ്റിംഗ് മനുഷ്യൻ്റെ ഉടലിന് മുകളിൽ ഒരു കാളയുടെ തലയുള്ള രൂപമായി വ്യാഖ്യാനിക്കാം എന്നതും ഷൈനിങ്ങിൻ്റെ ക്ലൈമാക്സിലേതുപോലെ മെയ്സിൽ നടക്കുന്ന പോരാട്ടം ഈ ഗ്രീക്ക് കഥയിലും ഉണ്ട് എന്നതുമാണ് ഈ തിയറിക്ക് ആധാരം. ഡാനി ചൈൽഡ് അബ്യൂസ് വിക്ടിമാണെന്നും ഡാനിയുടെ ഒടിഞ്ഞ കൈയും അവൻ്റെ ട്രോമ റെസ്പോൺസും ചൈൽഡ് സൈക്കാട്രിസ്റ്റ് പറയുന്ന കാര്യങ്ങളുമെല്ലാം ഇതിന് തെളിവാണെന്നും മറ്റൊരു തിയറിയുണ്ട്. സിനിമയുടെ അവസാനം ദൃശ്യമാകുന്ന 1921 ഒരു ബോൾ റൂം ഫോട്ടോയിലുള്ള ജാക്കിൻ്റെ ചിത്രം ഓവർലുക്ക് ഹോട്ടലുമായുള്ള ജാക്കിൻ്റെ ബന്ധത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ളതാണ്. ഇതിന് ചുറ്റിപ്പറ്റിയും നിരവധി തിയറികൾ രംഗത്തുണ്ട്. 1980 മെയ് 23 ദി ഷൈനിങ് അമേരിക്കയിൽ റിലീസ് ചെയ്തു. 144 മിനിറ്റ് ആയിരുന്നു സിനിമയുടെ ദൈർഘ്യം. ആദ്യത്തെ സ്ക്രീനിങ്ങുകൾക്ക് ശേഷം വാർണർ ബ്രദേഴ്സ് സജസ്റ്റ് ചെയ്ത പ്രകാരം ഒക്ടോബർ 2 യൂറോപ്പ് റിലീസിനായി 25 മിനിറ്റ് കട്ട് ചെയ്ത് ഡ്യൂറേഷൻ 119 മിനിറ്റാക്കി കുറച്ചു. ഈ 2 വേർഷനുകളും ഇന്നും അവൈലബിൾ ആണ്. ഇത് രണ്ടും ക്യൂബ്രിക് ഡയറക്ടേഴ്സ് കട്ടായി അംഗീകരിച്ചിട്ടുമുണ്ട്. പൊതുവെ മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു ഷൈനിങ്ങിന് ലഭിച്ചത്. തൻ്റെ കഥയെ മാറ്റി എഴുതിയതിൽ നിരാശനായിരുന്ന സ്റ്റീഫൻ കിങ് ആയിരുന്നു മുഖ്യ വിമർശകൻ. ആ വർഷത്തെ ഏറ്റവും മോശം ഡയറക്ടർക്കുള്ള ഗോൾഡൻ റാസ്ബെറി നോമിനേഷനുകളിൽ ക്യൂബ്രിക്കും ഉൾപ്പെട്ടു. $19 മില്യൺ ചെലവിട്ട് നിർമ്മിച്ച ഷൈനിങ് ബോക്സ് ഓഫീസിൽ $48 മില്യൺ കളക്ട് ചെയ്തത്.
ബ്ലോക്ക് ബസ്റ്റർ വിജയമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു മോഡറേറ്റ് സക്സസ് ആയി ഷൈനിങ്ങിൻ്റെ ബോക്സ് ഓഫീസ് യാത്ര അവസാനിച്ചു. പക്ഷേ 90കളിൽ പതിയെ ആളുകൾക്ക് ഷൈനിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം മാറാൻ തുടങ്ങി. വിമർശകർ പലരും സിനിമയെ വീണ്ടും വിലയിരുത്തി അഭിപ്രായം മാറ്റി പറഞ്ഞു. കാലക്രമേണ എക്കാലത്തെയും മികച്ച ഹൊറർ സിനിമകളിലൊന്നായി ഷൈനിങ് മാറി. പക്ഷേ ഇന്നും 1981 ഗോൾഡൻ റാസ്ബെറി അവാർഡ്സിൻ്റെ വിക്കിപീഡിയ പേജിൽ വേഴ്സ്റ്റ് ഡയറക്ടറിനുള്ള നോമിനേഷനുകളിൽ ക്യൂബ്രിക്കിൻ്റെ പേര് കാണാം.